ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരാഴ്ച മുന്നേ റെയിൽവേ വീണ്ടും വിളിക്കുന്നു, റെയിൽവേയിലെ ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രായപരിധി എത്രയാണ്, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി വരാനിരിക്കുന്ന റെയിൽവേ പരീക്ഷകൾ ആർക്കൊക്കെ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്ന്, ഏതൊക്കെ പരീക്ഷകളാണ് ഇനി വിളിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. 2026 ആനുവൽ കലണ്ടറാണ് ഇവിടെ കാണുന്നത്. 2026 ആനുവൽ കലണ്ടറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷന്റെ ഡേറ്റ് അല്ല, ഇറ്റ് ഈസ് എ പ്രൊപ്പോസൽ ഫോർ ഡ്രാഫ്റ്റ് CEN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ്, അഥവാ നോട്ടിഫിക്കേഷൻ പുറത്തു വരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ്. സാധ്യതയുള്ള ഡേറ്റ് ആണ്. ഈ ഡേറ്റിനകത്ത് തന്നെ വരുമെന്ന് അതിനർത്ഥമില്ല. സാധ്യതയുള്ള ഒരു ഡേറ്റ് ആണ്. ഫെബ്രുവരി 2026 എന്ത് വരാൻ സാധ്യതയുണ്ട്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2026 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കാണുന്നുണ്ട്. ടെക്നീഷ്യൻസിന് മാർച്ച് 2026, സെക്ഷൻ കൺട്രോളറിന് ഏപ്രിൽ 2026, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ജൂലൈ 2026, പാരാമെഡിക്കലിനും ജൂലൈ 2026 തന്നെയാണ്. NTPC ഗ്രാജുവേറ്റ് ലെവൽ, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഓഗസ്റ്റ് 2026, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി സെപ്റ്റംബർ 2026, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷ ഒക്ടോബർ 2026. ഇങ്ങനെയാണ് 2026 ആനുവൽ കലണ്ടർ പുറത്തുവിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പരീക്ഷകളിലേക്കാണ് ഇനി റെയിൽവേ വിളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രം. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത സംശയം എന്ന് പറയുന്നത് ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ വിളിച്ചിട്ടുള്ള NTPC പരീക്ഷയുടെ എക്സാമിൻ്റെ ഡേറ്റ് എങ്ങാനാണോ ഈ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ വിളിച്ചിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റ് ആണോ ഈ കൊടുത്തിട്ടുള്ളത്? അല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൂന്നാമത്തെ ആനുവൽ കലണ്ടറാണ്, തേർഡ് ആനുവൽ കലണ്ടറാണ് ഈ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി 2024 ആനുവൽ കലണ്ടർ വന്നു. ആ 2024 ആനുവൽ കലണ്ടർ പ്രകാരം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ഓൾറെഡി കണ്ടക്ട് ചെയ്തു. ടെക്നീഷ്യൻ പരീക്ഷ, അത് ടെക്നീഷ്യന്റെ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ഓൾറെഡി കണ്ടക്ട് ചെയ്തു. ജൂനിയർ എഞ്ചിനീയർ എക്സാം ഓൾറെഡി കണ്ടക്ട് ചെയ്തു. NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഓൾറെഡി കണ്ടക്ട് ചെയ്തു. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഓൾറെഡി കണ്ടക്ട് ചെയ്തു. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം ഡിസംബർ 20 ആയിരുന്നു, അതിന്റെ ടയർ 2 എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടുത്ത പരീക്ഷ ഏതാണ്? ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? 2024 ഇതിന് പാരലായിട്ട് നടത്തിയിട്ടുള്ള RPFന്റെ SI എക്സാമും കോൺസ്റ്റബിൾ എക്സാമും ഓൾറെഡി കണ്ടക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും എക്സാമുകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തു. അതിൽ ഗ്രൂപ്പ് ഡി എക്സാം ഓൺ ഗോയിങ് ആണ്. NTPC ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പെൻഡിങ് ഉള്ളത്? ടൈപ്പിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ CBAT ഒക്കെയാണ് പെൻഡിങ് ഉള്ളത്. ടെക്നീഷ്യൻ പരീക്ഷയുടെ എക്സാം കഴിഞ്ഞു. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ജോലിക്ക് കയറി തുടങ്ങി, ടെക്നീഷ്യൻ ജോലിക്ക് കയറി തുടങ്ങി. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഈ പറഞ്ഞ പോലെ CBAT എക്സാം കഴിഞ്ഞു. ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ടയർ 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 2024 പരീക്ഷയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 2025 കലണ്ടറും ഓൾറെഡി പുറത്തു വന്നു. 2025 കലണ്ടർ പുറത്തു വന്നത് മാത്രമല്ല, എത്ര നോട്ടിഫിക്കേഷൻ വന്നു? 7 നോട്ടിഫിക്കേഷൻ 2025 തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ 2025 വന്നിട്ടുള്ള ഈ 7 നോട്ടിഫിക്കേഷനിൽ ഒരു പരീക്ഷ പോലും നിലവിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. ഒരു പരീക്ഷയും എന്ത് ചെയ്തിട്ടില്ല? നടത്തിയിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ 2024 പരീക്ഷയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2024 നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള പരീക്ഷകൾ 2025 നടത്തിക്കൊണ്ടിരിക്കുന്നു. 2025 7 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. അതിലെ ഒരു പരീക്ഷയും ഇതുവരെ നടത്തിയിട്ടില്ല. 2025 ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ത് തന്നെയാണ്? ALP തന്നെയാണ്, അത് നടത്തിയിട്ടില്ല. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ത് തന്നെയാണ്? ടെക്നീഷ്യൻ ആണ്, അത് നടത്തിയിട്ടില്ല. നാലാമത്തെ നോട്ടിഫിക്കേഷനായിട്ട് വന്നതാണ് സെക്ഷൻ കൺട്രോളർ, അത് നടത്തിയിട്ടില്ല. 3 നടത്തിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതുന്ന പരീക്ഷകൾ എടുത്ത് പറയുകയാണ്. 5ാമത്തെയാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ അതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ. 6, 7 NTPC പരീക്ഷകൾ. ഈ പരീക്ഷകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് 2026
പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതിനെ പറ്റി ഒരു ഡ്രാഫ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റിലൊന്നും ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. എങ്ങനെ പോലെ ഒരു 2-3 മാസം ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന സംശയങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. എന്താണ് പ്രായപരിധി, ആർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഓരോ പരീക്ഷയുടെയും ക്രൈറ്റീരിയ പറയാം. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകൾക്ക് ഏജ് റിലാക്സേഷൻ അലൗഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഏജ് ലിമിറ്റ്, ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രായപരിധി. അതുപോലെ തന്നെ എന്തും വരും, ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിൽ ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതിന് എന്തില്ല, റിലാക്സേഷൻ ഇല്ല. നേരെ മറിച്ച് അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധിക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. സപ്പോസ് നിങ്ങൾ OBCയുടെ NCL കാൻഡിഡേറ്റ്സ് ആണ്. NCL എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ. OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് ഹാജരാക്കാൻ പറ്റണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു UR EWS കാൻഡിഡേറ്റ്, അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി എന്ന് നമ്മൾ പൊതുവെ പറയുന്ന കമ്മ്യൂണിറ്റി നിന്നും 3 വർഷം അധികം റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, UR-കാരുടെ വയസ്സ് 30 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, OBC-കാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 33 വരെ അപ്ലൈ ചെയ്യാം. SC/ST-കാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് പുറമേയും സാധാരണഗതിയിൽ RRB-യിൽ കണ്ടുവരുന്ന മറ്റ് ചില ഏജ് റിലാക്സേഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം 3 വർഷ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, ജനറൽക്കാർക്ക് മാത്രം. കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ വേറെ ഉണ്ടായിരിക്കും. സപ്പോസ് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏജ് എടുത്തു, ഞാനിവിടെ കമ്മ്യൂണിറ്റി കൊടുക്കുകയാണ്, UR, OBC NCL തന്നെ കൊടുക്കണം. എല്ലാ OBC-കാർക്കും കിട്ടില്ല, NCL സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. SC/ST എന്നിങ്ങനെ കൊടുത്തു. ഓക്കെ, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ വരുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ട്, അല്ലാതെ എക്സ് സർവീസ്മാന് കിട്ടുന്നതാണ്. ഇപ്പോൾ സപ്പോസ് 30 വയസ്സാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ, OBC NCL-കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 ആയിരിക്കും നിങ്ങളുടെ പ്രായപരിധി വരുന്നത്, 35 ആയിരിക്കും നിങ്ങളുടെ പ്രായപരിധി വരുന്നത്. എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അധികം 3 വർഷം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയുള്ള UR EWS എക്സ് സർവീസ്മാൻകാർക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അധികം 3 വർഷമാണ് OBC-കാർക്കുള്ളത്, അപ്പോൾ 36 വരും. ഇത് എത്രയായിട്ട് മാറും, 33 5 38 മാറും. ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷന്റെ ക്രൈറ്റീരിയ വരുന്നത്. അത് ഓരോ എക്സാമിന് ഓരോ പ്രായപരിധിയാണ്, ഓരോ അപ്പർ ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ ഓരോ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അതിന് പുറമെ PWD കാൻഡിഡേറ്റ്സിനും ഈ പറഞ്ഞ പോലെ 10 വർഷമുണ്ട്, അവർക്കും കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ സെപ്പറേറ്റ് ആണ്. പുറമെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്, അവർ വിധവകളായിട്ടുള്ളവരോ ഡിവോഴ്സീസോ അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റഡോ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും RRB പരീക്ഷകൾക്ക് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ആമുഖമായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോ പരീക്ഷകളിലും നോക്കാം. ഞാനിവിടെ താരതമ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2024, 2025 വർഷങ്ങളിലെ പ്രായപരിധിയും വിദ്യാഭ്യാസ യോഗ്യതയുമാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ പരീക്ഷ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ തന്നെ നമുക്ക് നോക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, ഈ ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് നോക്കുക. യോഗ്യത 2024, 2025, ഇനി വരാൻ പോകുന്ന 2026 നോട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ അതിനെ സെപ്പറേറ്റ് ഒരു കളർ കോഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന UR EWS-കാരുടെ ഉയർന്ന പ്രായപരിധിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏജ് 2024 33 വയസ്സുണ്ടായിരുന്നു. 2024 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന ആ രോഗബാധിത കാരണം, പാൻഡമിക് കാരണം അധികമായിട്ടൊരു 3 വർഷം എല്ലാ എക്സാംസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 24 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 25 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് 25 വന്നപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഉയർന്ന പ്രായപരിധി 30 ആയിട്ട് വെട്ടിച്ചുരുക്കിയത്. ഓക്കെ, അവിടെയും ഒരു വ്യത്യാസമുണ്ട്. ഏത് ഡേറ്റിൽ 30 ആയിരിക്കണം? 1/7/2025 അപ്പർ ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം? 30 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2/7/1995 അതിനുശേഷമോ ജനിച്ചവരാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെയുള്ള ആർക്ക്? UR EWS-കാർക്ക്. OBC-കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കൂടെ കൂട്ടിക്കോ, 2/7
കുറച്ചോ 2/7/1992 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള OBC-കാർക്ക് അപ്ലൈ ചെയ്യാം. 2/7/1990 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള SC/ST-കാർക്കും എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. 2025 ALPയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം ALP പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നതെന്നുണ്ടെങ്കിൽ 30 വയസ്സ് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. 1/7/2026 ജൂലൈ 1 നിങ്ങൾക്ക് എത്ര വയസ്സ് ഉണ്ടാവാനേ പാടുള്ളൂ, 30 വയസ്സ് ഉണ്ടാവാനേ പാടുള്ളൂ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ 10 + ITI, 10ാം ക്ലാസ് നിർബന്ധമായിട്ടും വേണം. പ്ലസ് ITI ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ALP പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികളോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഉയർന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയോ 10ന് ശേഷം നിങ്ങൾ +2 കഴിഞ്ഞ് BTech എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എക്സാം അപ്ലൈ ചെയ്യാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A1 ആണ്. സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് റെയിൽവേ പരീക്ഷകൾക്ക് എന്തിനുള്ളത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനുള്ളത്. അപ്പോൾ ലോക്കോ പൈലറ്റ് പരീക്ഷ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ നിങ്ങൾക്ക് വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 2024 33 വയസ്സായിരുന്നു. നേരത്തെ പറഞ്ഞ കൊറോണ കാരണമാണ്. 25 വന്നപ്പോൾ അത് എത്രയായി, 30 26 30 തന്നെയായിരിക്കും. അഗെയിൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സെയിം കണ്ടീഷനാണ് ഇവിടെയും. 2/7/1995 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള UR EWS-കാർക്കാണ് ടെക്നീഷ്യൻ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് ഈ വർഷം. അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അത് എത്രയായിട്ട് മാറും, 02/07/1994 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 94 96 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നെക്സ്റ്റ് ഇയർ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ ITI എന്തായാലും വേണം, മസ്റ്റാണ്. നമുക്ക് ഈ പറഞ്ഞ ALPക്ക് ITI ആയിരുന്നു, ഇവിടെ അങ്ങനെയല്ല. ITI ഉള്ള കുട്ടികൾക്ക് മാത്രമേ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ITI ഇല്ലാത്ത ഒരേ ഒരു പോസ്റ്റ് മാത്രമാണ് സാധാരണഗതിയിൽ വരാറ്. അത് എല്ലാ വർഷവും വിളിക്കുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പില്ല. ഒട്ടുമിക്ക പോസ്റ്റുകൾക്കും എന്ത് വേണം, ITI തന്നെ വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BTech ഉണ്ടായിരിക്കാം, ഡിപ്ലോമ ഉള്ളവരായിരിക്കാം. പക്ഷേ ITI ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ITI ഉള്ള യോഗ്യതയുള്ള കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കാരണം അവിടെ നിങ്ങളുടെ കൂടെ മത്സരിക്കാനായിട്ട് ITI യോഗ്യത ഉള്ളവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡിപ്ലോമ ഉള്ളവർ, BTech ഉള്ളവർ, MTech ഉള്ളവർക്കൊന്നും ഈ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ പറ്റില്ല. മത്സരിക്കാൻ പറ്റും എപ്പോൾ, അവരുടെ കൈവശം ITI ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെക്കുക. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 3യും ഗ്രേഡ് 1ഉം ഒരേ നോട്ടിഫിക്കേഷനിലാണ് സാധാരണ 24-ലും 25-ലും വന്നിട്ടുള്ളത്. 26-ൽ നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. 24-ൽ അതിന്റെ പ്രായപരിധി 36 ആയിരുന്നു. കൊറോണ കാരണമുള്ള അധിക 3 വർഷ ഏജ് റിലാക്സേഷൻ. 25-ൽ അത് വെട്ടിച്ചുരുക്കി 33 ആക്കി. അപ്പോൾ ഗ്രേഡ് 1 എക്സാം 33 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ 2/7/92 അതിനുശേഷമോ ജനിച്ചിട്ടുള്ളവർക്കായിരുന്നു ഈ വർഷം ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്വാളിഫിക്കേഷൻ BSc ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT എക്സെട്ര ഒരുപാട് ക്വാളിഫിക്കേഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ടേബിളിന് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ, അല്ലെങ്കിൽ ഇതിനകത്ത് BTech ഉള്ള ആളുകൾക്ക്, ഡിഗ്രി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെയായിരിക്കണം ഈ വരുന്ന വർഷത്തിലും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2/7/1992 എന്നുള്ളത് അടുത്ത വർഷം എത്രയായിട്ട് മാറും, 02/07/1993 ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് അടുത്ത വർഷം പറ്റുക. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. B1 എന്ന് പറയുമ്പോൾ സ്പെക്സ് യൂസ് ചെയ്തവർക്കും ഈ പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷകളിലൊന്നാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. 2024-ൽ പ്രായപരിധി 36 ആയിരുന്നു, അധികം 3 വർഷം ഏജ്. 25-ലായപ്പോൾ അത് 33 വെട്ടിച്ചുരുക്കി. 26-ൽ 33 വയസ്സ് തന്നെയായിരിക്കും പ്രായപരിധി. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിന് മുന്നേ കണ്ട 3 നോട്ടിഫിക്കേഷനിലും ജൂലൈ 1 ആയിരുന്നു എന്ത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ജൂലൈ 1 ലോക്കോ പൈലറ്റിനും അതെ, ഗ്രേഡ് 3ക്കും അതെ, ഗ്രേഡ് 1നും അതെ. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് 1/1/2026 ആണ് പ്രായപരിധി എന്ന് പറയുന്നത്. അതിന്റെ കാരണം മറ്റൊന്നല്ല, പൊതുവിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC എക്സാം തുടങ്ങിയ പരീക്ഷകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ലോക്കോ പൈലറ്റും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 ഒക്കെ നേരത്തെ വരുന്നത് കൊണ്ടാണ് അതിന്റെ പ്രായപരിധി ജൂലൈ ആക്കി വെച്ചിരിക്കുന്നത്.
ഇത് ലേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രായപരിധി എന്ത് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ മാറ്റി നെക്സ്റ്റ് ഇയർ ജനുവരിയിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കി 25 ജൂലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരേ വർഷം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. 2025 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന്റെ. അവിടെ ജൂലൈ 1 2025 വെച്ചപ്പോൾ ഇവിടെ അതേ 2025 വന്ന നോട്ടിഫിക്കേഷന് 2026 ജനുവരി 1 അല്ലെ 6 മാസം കൂടെ തള്ളിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ വർഷം ഇവിടെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം 1/1/2027 ജനുവരി 1-ാം തീയതി നിങ്ങളുടെ പ്രായം നോക്കുമ്പോൾ 18-നും 33-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ജനുവരി 1 2027 നിങ്ങളുടെ പ്രായം നോക്കുമ്പോൾ 33 വയസ്സ്, നിങ്ങൾ ഈ 18-നും 33-നും ഇടയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ 2/1/93 എന്ന് പറയുന്ന ഡേറ്റോ അതിനുശേഷമോ ആയിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. 93 ആയിരിക്കില്ല, 2027 ആകുമ്പോൾ എത്രയായിട്ട് മാറും? 02/01/1994 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കും ജൂനിയർ എഞ്ചിനീയർ എക്സാം അടുത്ത വർഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് അഗെയിൻ UR ഓർ EWSകാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എക്സ്ക്യൂസ് മീ. ഇത് നിങ്ങൾ OBC NCLകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ SC STക്കാരാണെങ്കിൽ അധികം 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി NTPC പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഏജ് ക്രൈറ്റീരിയയും ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഏജ് ക്രൈറ്റീരിയയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ 2026 ഇപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല, മിസ്സായി പോയി, അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 02/1/1994 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളായിരിക്കണം നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഏജിന് ശേഷം ജനിച്ചിട്ടുള്ള UR EWS കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. ഇതിൻ്റെ എല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേരി ചെയ്യും. വേരീസ് ഞാനിവിടെ എഴുതാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല, വ്യത്യസ്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതിൻ്റെ പ്രായപരിധി 30 വയസ്സാണ്, 33 അല്ല 30 വയസ്സാണ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പ്രായപരിധി വരുന്നത്. 30 വയസ്സെന്ന് പറയുമ്പോൾ 2/1/96 ശേഷം ജനിച്ചവരാണ് എവിടെ വരുന്നത്? നമ്മുടെ 2025 വരുന്നത്. അപ്പോൾ 2026 നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രായപരിധി 02/1/1997 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ആ ഏജിൽ ജനിച്ചിട്ടുള്ള UR EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, പ്രായപരിധി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടിക്കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് RRB 2025 പരീക്ഷകൾ എന്നായിരിക്കും, എക്സാം എന്ന് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആർക്കുമില്ല, വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ആരും പറഞ്ഞിട്ടില്ല, RRBയും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കേണ്ട കാര്യം 2-3 പോയിന്റുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതി തരാം. 1, ഗ്രൂപ്പ് D എക്സാം ഓൺ ഗോയിങ് ആണ് അല്ലേ? ഗ്രൂപ്പ് D എക്സാം ഏത് വർഷത്തെ? 2024 എക്സാം ഓൺ ഗോയിങ് ആണ്. എന്ന് വരെ ഉണ്ടാവും ആ പരീക്ഷ? ജനുവരി 16, 2026 ഗ്രൂപ്പ് D എക്സാം തീരുമെന്ന് പറയുന്നത്. അപ്പോൾ ജനുവരി 16, 2026 വരെ ഗ്രൂപ്പ് D എക്സാം ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സാമിന് ശേഷമായിരിക്കണം എന്ത് നടക്കുക? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ലോക്കോ പൈലറ്റിന്റെ പരീക്ഷ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ എക്സാം, അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാം നടക്കുക. ഇതിന് ശേഷം നടക്കുന്ന പരീക്ഷയായിരിക്കും ഏത്? ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും നിങ്ങൾക്ക്, ALP ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3, സെക്ഷൻ കൺട്രോളർ. ഓൾറെഡി ഇവിടെ തന്നെ എത്ര പരീക്ഷയുണ്ട്? 4 പരീക്ഷ. അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ 5 പരീക്ഷ. അതും കഴിഞ്ഞിട്ടാണ് NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും. NTPC പരീക്ഷയും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനൊക്കെ പഠിക്കാൻ ഒരുപാട് സമയം കിട്ടാം എന്നൊരു ധാരണ, അല്ലെങ്കിൽ എന്നൊരു തെറ്റിദ്ധാരണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന പരീക്ഷകൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മുതൽ ടെക്നീഷ്യൻ, സെക്ഷൻ കൺട്രോളർ പരീക്ഷകൾക്കെല്ലാം
RRBക്ക് നടത്തി തീർക്കാനായിട്ട് 15 ദിവസം തന്നെ ധാരാളമാണ്. എന്ന് പറഞ്ഞാൽ ഈ ജനുവരി 16 ശേഷമുള്ള 15 ദിവസം കൊണ്ട്, ജനുവരി മാസം കാണുന്ന ബാക്കി റിമൈനിങ് ഡേയ്സ് കൊണ്ട് ഈ പറഞ്ഞ പരീക്ഷകളെല്ലാം തന്നെ RRBക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻ പരീക്ഷ ആയിക്കോട്ടെ, ഇത്രയും ദിവസം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിക്കോട്ടെ, ഗ്രേഡ് 1 ഗ്രേഡ് 3 ഒക്കെ ആയിക്കോട്ടെ, അവരൊരു ഏതാനും 3-4 ദിവസം കൊണ്ടാണ് ഈ പരീക്ഷകളെല്ലാം കണ്ടക്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു മാക്സിമം ഒരു 10-15 ഷിഫ്റ്റുകൾ കൊണ്ട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്ത് തീർക്കാനായിട്ട് അവർ തീരുമാനിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനിയും സമയം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓൾറെഡി 2026 കലണ്ടർ RRB പുറത്ത് വിട്ട സ്ഥിതിക്ക് 2026 ആദ്യം തന്നെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ടെക്നീഷ്യൻ സെക്ഷൻ കൺട്രോളർ പരീക്ഷകളെല്ലാം കണ്ടക്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ ജനുവരി മാസം ഫെബ്രുവരി മാസം ആ പകുതി ആകുമ്പോഴേക്കും ഈ പരീക്ഷകളൊക്കെ തീർന്ന് കാണും. പിന്നെ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കുക ജൂനിയർ എഞ്ചിനീയർ എക്സാമും NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RRBക്ക് ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാനിതിന് മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യാനായിട്ട് RRB 120 ദിവസം എടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. ഫോർ എക്സാമ്പിൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB ജൂനിയർ എഞ്ചിനീയർ 2024 എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 120 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, CBT 1 എക്സാം RRB കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ നടക്കാത്ത കാര്യമൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നടക്കുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ CBT 2 എക്സാം, CBT 1ൻ്റെ റിസൾട്ടിന് ശേഷം, റിസൾട്ട് അല്ല, CBT 1 എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം CBT 2ലേക്ക് ആകെ കിട്ടിയത് 102 ദിവസം മാത്രമാണ്. ബിറ്റ്വീൻ NTPC CBT 1 ആൻഡ് CBT 2 102 ദിവസം മാത്രമാണ്. അപ്പോൾ അങ്ങനെയും RRBക്ക് എന്ത് ചെയ്യാം, എക്സാം കണ്ടക്ട് ചെയ്യാം. ഇതിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം എക്സാം RRB കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ ഇത് പറയുമ്പോൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ വീഡിയോയിൽ അടിവരയിട്ട് പറഞ്ഞല്ലോ മാർച്ചിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നു, സാർ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ചെയ്ത വീഡിയോയിൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ എക്സാം കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ എക്സാം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വെല്ലുവിളിക്കാനോ റെയിൽവേനെ വെല്ലുവിളിക്കാനോ ഒന്നും അല്ല. എൻ്റെ വീഡിയോ കാണുന്ന ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ പഠിക്കും മക്കളെ, സമയം കിട്ടില്ല, നിങ്ങൾ സമയം കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ എന്തിനാണ് ആളുകൾ വെറുതെ വെല്ലുവിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എക്സാം നടത്തുമെന്ന് പറയുന്നതിന് ഒരു വാശിയായിട്ടോ വെല്ലുവിളിയായിട്ടോ ഒന്നല്ല ഞാൻ പറയുന്നത്. എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 120 ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മാർച്ച് മാസം ആകുമ്പോഴേക്കും അവൻ്റെ സിലബസ് കവർ ചെയ്ത് അവൻ എക്സാമിന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതല്ല 120 ദിവസമല്ല 150 ദിവസമോ 200 ദിവസമോ ഒക്കെ പരീക്ഷയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? മറ്റവർ കയറിപ്പോവും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അവസരം മിസ്സാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ എന്ത് ചെയ്യുക, ആ ഒരു 120 ഡേയ്സിൻ്റെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങളൊരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 120 ദിവസം മനസ്സിൽ കണ്ട് സിലബസ് തീർക്കുക, അതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. എങ്കിലേ ഈ ജോലിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായപരിധിയുടെ കാര്യമായിക്കോട്ടെ, ക്വാളിഫിക്കേഷൻ്റെ കാര്യമായിക്കോട്ടെ, എക്സാം എന്നൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതിനകത്തും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇൻസൈറ്റ്സ് തന്നു. ഒഫീഷ്യലായിട്ടുള്ള ഡാറ്റ എപ്പോഴും റെയിൽവേ പുറത്തുവിടുന്നതാണ്, RRB പുറത്തുവിടുന്നത് തന്നെയായിരിക്കും. പക്ഷെ പഠിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഇൻസൈറ്റുകൾ, ആ ധാരണകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. ബാക്കിയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഈ വരുന്ന വർഷം തന്നെ റെയിൽവേയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി നേടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.